നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വൻ വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് നടനും മുഖ്യമന്ത്രിയുമായ ജോസഫ് വിജയ് നിയമസഭയിൽ DMKയ്ക്ക് നേരെ കടുത്ത ആഞ്ഞടി നടത്തിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മുൻകാല ചേഷ്ടകളെപ്പോലും നിയമസഭയിൽ അനുകരിച്ച് കാണിച്ച വിജയ് കേവലം ഒരു സിനിമാ നടൻ എന്നതിലുപരി താനൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരനാണെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. DMK സർക്കാരിന്റെ മദ്യനയം, സംസ്ഥാനത്തെ ലഹരി വസ്തുക്കളുടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം എന്നിവയെ വിജയ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു. നിയമസഭയിൽ പ്രതിപക്ഷ നിരയെ ആവേശഭരിതമാക്കുന്ന രീതിയിലായിരുന്നു വിജയുടെ പ്രസംഗമെങ്കിലും ഇത് വെറും വാചോടോപം മാത്രമാണോ എന്ന ചോദ്യവും രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. DMK സർക്കാർ അഴിമതി നിറഞ്ഞതാണ് എന്ന് ആരോപിച്ച് വിജയ് അധികാരത്തിന്റെ മുൻനിരയിലേക്ക് എത്തി. എന്നാൽ വിജയ് അധികാര സ്വാധീനം ഉറപ്പിച്ചിട്ട് ഏതാണ്ട് 2 വർഷത്തോളമായിട്ടും അഴിമതിക്കാർക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനോ ആരെയും അറസ്റ്റ് ചെയ്യാനോ ഉള്ള കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന വിമർശനം ശക്തമാണ്. നിയമസഭയിൽ സ്റ്റാലിനെ അനുകരിച്ചത് ഒരു മിമിക്രി പ്രകടനം പോലെയായിരുന്നുവെന്നും സോളിഡായ ഭരണ നടപടി വിജയുടെ ഭാഗത്തു നിന്ന് കാണുന്നില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വിജയ് ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ ഇലക്ഷൻ ഫൈനാൻസ് ചെയ്ത ഡ്രഗ് മാഫിയകളുടെയും ചില ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പുകളുടെയും പിടിയിലാണ് വിജയുടെ പാർട്ടി എന്ന ആക്ഷേപം ശക്തമാണ്. വിജയുടെ ഡൽഹി സന്ദർശന വേളയിൽ കേന്ദ്ര ഏജൻസികളിൽ നിന്നും ബ്യൂറോക്രസികളിൽ നിന്നും അദ്ദേഹത്തിന് കടുത്ത മുന്നറിയിപ്പ് ലഭിച്ചതായാണ് സൂചനകൾ. ജനപ്രതിനിധി എന്നതിലുപരി മറ്റ് ചില മാഫിയ ശക്തികളുടെ പ്രതിനിധിയായി മാറരുതെന്നും CBI, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് എന്നിവർ ഈ മാഫിയകളെ നിരീക്ഷിക്കുകയാണെന്നുള്ള മുന്നറിയിപ്പാണ് വിജയ്ക്ക് ഡൽഹി നൽകിയത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസുമായി ചേർന്ന് രാഹുൽ ഗാന്ധിയുമായി വലിയൊരു സഖ്യത്തിനായിരുന്നു വിജയ് ശ്രമിച്ചിരുന്നത്. എന്നാൽ ഡൽഹിയിലെ ബ്യൂറോക്രസിയുടെ മുന്നറിയിപ്പിന് ശേഷം വിജയ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കാണാൻ അനുവാദം ചോദിച്ചെങ്കിലും കൂടിക്കാഴ്ച നടത്താതെ പെട്ടെന്ന് ചെന്നൈയിലേക്ക് മടങ്ങുകയായിരുന്നു. അടുത്തിടെ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലേക്ക് വിജയെ ക്ഷണിച്ചിരുന്നില്ല. നിലവിൽ പാർലമെന്റിൽ അംഗങ്ങളില്ല എന്ന സാങ്കേതിക കാരണം കോൺഗ്രസ് ഉയർത്തിയെങ്കിലും വിജയും കോൺഗ്രസും തമ്മിലുള്ള അകൽച്ചയാണ് ഇത് കാണിക്കുന്നത്. മുൻപ് ഇലക്ഷൻ സമയത്ത് വിജയുമായി സഖ്യമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് താല്പര്യമുണ്ടായിരുന്നു. കോൺഗ്രസിന് 70 സീറ്റുകൾ വരെ വിജയ് ഓഫർ ചെയ്തിരുന്നു. എന്നാൽ സോണിയാഗാന്ധിയും P. ചിദംബരവും DMKയുടെ വിശ്വസ്ത പങ്കാളികളായി കണ്ട് വിജയിയെ തള്ളിക്കളയുകയായിരുന്നു. ഒരു സിനിമാ നടൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ പരമാവധി 20 സീറ്റ് മാത്രമേ കിട്ടൂ എന്ന് കരുതിയ രാഷ്ട്രീയ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വിജയ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വിജയ് ഭരണത്തിൽ വന്ന സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രി കരുണാനിധിയെ ജയലളിത അറസ്റ്റ് ചെയ്തതുപോലെയുള്ള കടുത്ത നടപടികളിലേക്ക് വിജയ് പോകുമോ എന്ന ചർച്ചകളും സജീവമാണ്. എന്നാൽ അഴിമതിയുടെ പേരിൽ സ്റ്റാലിനെ പരസ്യമായി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് വിജയ്ക്ക് തിരിച്ചടിയായിരിക്കും. കരുണാനിധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ തമിഴ് ജനതയ്ക്കിടയിൽ വലിയൊരു സഹതാപ തരംഗമുണ്ടായ ചരിത്രം വിജയ്ക്കും ബാധകമായേക്കാം. ഭാവിയെക്കുറിച്ച് വിജയ്ക്ക് ഇപ്പോൾ ആശങ്കകളില്ലെങ്കിലും വരും കാലങ്ങളിൽ BJPയുമായി ഒരു സഖ്യത്തിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവുകയുമില്ല. DMK പോലെയുള്ള സനാതന ധർമ്മത്തെ എതിർക്കുന്ന ആശയമാണ് വിജയ് പറയുന്നതെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുമ്പോൾ നിലപാടുകൾ മാറുന്നത് സ്വാഭാവികമാണ്. പ്രസംഗങ്ങൾക്കപ്പുറം വിജയുടെ വരും ദിവസങ്ങളിലെ ഭരണപരമായ പ്രവൃത്തികൾ കണ്ടുതന്നെ വിലയിരുത്തേണ്ടി വരും. കൂടുതൽ തമിഴ്നാട് രാഷ്ട്രീയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.